ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്ര പൂജയെ പിടിച്ചു നിർത്തി പൂജയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജിതാൻ്റെ നല്ലവളായെന്നും രഞ്ജിതാൻ്റെക്ക് ഇപ്പോൾ അമ്മയോട് യാതൊരു പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ രഞ്ജിതാൻ്റെ പറയരുതെന്ന് പറഞ്ഞിട്ട് പറയാതിരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ സുമിത്ര വളരെ ദേഷ്യപ്പെട്ട് തന്നെ പൂജയോട് സംസാരിക്കുകയാണ്. രഞ്ജിത ആരാണെന്നും എന്താണെന്നും നിനക്കറിയില്ലല്ലോ, എനിക്കറിയാവുന്നിടത്തോളം നിനക്കറിയില്ലല്ലോ എന്ന്. അപ്പോൾ ഈ രഞ്ജിത പറഞ്ഞു വെച്ചിരിക്കുന്നത് സുമിത്ര തന്നെ ശത്രുവായിട്ട് തന്നെ കാണത്തുള്ളെന്നും അതുപോലെ തന്നെ സുമിത്ര ശത്രുവായിട്ട് കണ്ടാലും സുമിത്രയുടെ ആ ഒരു ശത്രുതയൊന്നും താൻ കാര്യമാക്കുന്നില്ല. പിന്നെ എന്നും എനിക്ക് സുമിത്രയോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ, ഇതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് രഞ്ജിത പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സുമിത്ര പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടേതായ തെറ്റിദ്ധാരണകളിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പൂജ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ സുമിത്ര പൂജയെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ രഞ്ജിത നല്ലവളാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നത് നമ്മുടെ പൂജയോട്, നീ നിൻ്റെ അച്ഛനോട് ചെയ്തൊരു വലിയ തെറ്റാണിത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും കേൾക്കാനില്ല, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഈ നിമിഷം മുതൽ രഞ്ജിതയുമായിട്ടുള്ള നിൻ്റെ എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ സുമിത്ര കട്ടായം പറയാം. അപ്പോൾ സുമിത്ര കട്ടായം പറഞ്ഞപ്പോഴേക്കും പൂജ പറഞ്ഞു, അത് സാധിക്കില്ല അമ്മേന്ന്. കാരണം തെറ്റ് ചെയ്യാത്ത ആൻറ്റിയെ വെറുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ആശ്ചര്യത്തോടുകൂടി ഈ പറഞ്ഞത് പൂജ തന്നെയാണോ എന്നുള്ളൊരിതിൽ നോക്കുവാണ്. ഇത്രയും നാൾ അമ്മ പറഞ്ഞതിന് അപ്പുറമോ ഇപ്പുറമോ പറയാതെ അമ്മ പറഞ്ഞതിന് മറുപുറം പറയാതിരുന്ന മകള് ഇന്നതേ അമ്മയെ തള്ളി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ വിഷമം ഉണ്ടാകാതിരിക്കുമോ? അങ്ങനെ നമ്മുടെ സുമിത്ര ഇത് കേട്ട് അന്താളിപ്പോട് കൂടി നിൽക്കുക കേട്ടോ, ഇവള് തന്നെയാണോ ഈ പറഞ്ഞത് എന്നുള്ള ആ ഒരു ഇതിലെ. അങ്ങനത്തെ നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അത്രത്തോളമൊക്കെ എൻ്റെ മോള് വളർന്നല്ലേ, രഞ്ജിത ആൻറ്റിയെ പൂർണ്ണമായും വിശ്വസിക്കാനും രഞ്ജിത ആൻറ്റി തെറ്റുകാരി അല്ലെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധമൊക്കെ എൻ്റെ മകൾക്കുണ്ടായല്ലേ. അപ്പോൾ തെറ്റ് ചെയ്തത് ആരാ, നിൻ്റെ ഈ അമ്മയാണോ എന്ന് ചോദിച്ചു. എൻ്റെ മകളേക്കാൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണെന്നും എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. പിന്നെ നിൻ്റെ രഞ്ജിത ആൻറ്റി ചെയ്യുന്നതെല്ലാം നിനക്ക് നല്ലതായിരിക്കും, പക്ഷേ രഞ്ജിത ആൻറ്റിയുടെ ഒരു കളിയും ഈ അമ്മയ്ക്കരികിലും നടക്കില്ല മോളെ. എൻ്റെ മകനെ എൻ്റെ ശത്രുവാക്കി നിർത്തി എൻ്റെ കണ്ണുനീര് കാണാമെന്നും എൻ്റെ ജീവിതം തകർക്കാമെന്നും അവൾ ഒരിക്കലും വിചാരിക്കേണ്ടെന്ന് നീ അവളോടൊന്ന് പറഞ്ഞേക്ക്. കാരണം എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം, എൻ്റെ കുഞ്ഞ് പോയാൽ എവിടം വരെ പോകുമെന്നും എനിക്കറിയാം, അത് രഞ്ജിതയ്ക്ക് അറിയില്ലല്ലോ. അവൾ എത്രയൊക്കെ എൻ്റെ മകനെ മുന്നിൽ നിർത്തി കളിക്കാൻ നോക്കിയാലും എൻ്റെ മോനെ എൻ്റെ ശത്രുവാക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടപ്പാവില്ലെന്നും എൻ്റെ മകൻ എൻ്റെ കുഞ്ഞ് എൻ്റെ അരികിലേക്ക് തന്നെ ഓടിയെത്തുമെന്നും പറഞ്ഞേക്ക് നീ നിന്റെ രഞ്ജിത ആൻറ്റിയോട് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ പോവാം. അപ്പം സുമിത്ര ഇതും പറഞ്ഞിട്ട് പോകുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്ക് ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടമായി. രഞ്ജിത ആൻറ്റി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അമ്മ തന്നോട് പറഞ്ഞിരിക്കുന്നതും പ്രവർത്തിച്ചിരിക്കുന്നതും. അപ്പോൾ രഞ്ജിത ആൻറ്റി ആണോ ശരി എന്ന് ഒരു നിമിഷത്തേക്ക് നമ്മുടെ പൂജയ്ക്ക് തോന്നിപ്പോണു. പൂജ എന്നിട്ട് ഇങ്ങനെ ആൻറ്റിയെ പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കും. ആൻറ്റി പറഞ്ഞ ഓരോരോ കാര്യങ്ങളെ പറ്റിയും ആലോചിച്ച് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അനന്യയാണെങ്കിൽ അനിരുദ്ധിനോട് കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു കാരണവശാലും സ്വരമോള് പ്രതീഷിൻ്റെ കുഞ്ഞാണെന്നുള്ളത് സുമിത്ര അറിയരുത്, അല്ലെങ്കിൽ ആരും അറിയരുത് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുവാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകണമെങ്കിലും പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാനായിട്ട് തോന്നുന്നു അനന്യെന്ന് ചോദിച്ചു. എത്ര നാൾ നമ്മൾ ഈ രഹസ്യം മൂടി വെക്കും എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മയോട് നമ്മളിത് മൂടി വെക്കും, ശരിയാണ്, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം പ്രതീക്ഷ കയറി വന്ന് സ്വരമോൾ അവൻ്റെ മകളാണെന്നുള്ള കാര്യം പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ എല്ലാം എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരിക്കലും പറയാനൊരു അവസരം നമ്മളായിട്ട് അവന് കൊടുക്കരുത്. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും സ്വരമോളെ നമുക്ക് തിരിച്ചു പിടിക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. നമ്മളെ ശത്രുപക്ഷത്ത് കാണുന്ന അവൻ ഒരിക്കലും നമുക്ക് സ്വരമോളെ തിരിച്ചു തരാൻ പോകുന്നില്ല. ഇപ്പോഴവൻ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മറിച്ച് അവൻ്റെ തീരുമാനങ്ങൾ അത് ഉറച്ചതാണ്. ആ തീരുമാനങ്ങളുമായി അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് ഒരു നിയമവും നമ്മുടെ സൈഡ് നിൽക്കില്ലെന്നും അവൻ്റെ ഭാഗമേ നിൽക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതെല്ലാം പോട്ടെ, അമ്മ ഈ സത്യം അറിയുമ്പോൾ അമ്മ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും അല്ലെങ്കിൽ അമ്മ അതിനെ എങ്ങനെ കാണുമെന്നും ഓർത്തിട്ടാണ് തനിക്ക് ടെൻഷൻ മുഴുവനും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ അറിയുന്നതിന് മുൻപ് ചില മുന്നൊരുക്കങ്ങൾ, കാരണം അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ വെറുക്കും, അതുകൊണ്ട് അതിൻ്റെതായ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തണം എന്നുള്ള ആ ഒരു സംസാരം ഇവർക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക.
അങ്ങനെ സങ്കടപ്പെട്ട് മകനെക്കുറിച്ചും അതുപോലെ പൂജയോട് പറഞ്ഞതിനെ പറ്റിയും ഒക്കെ ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്താണ് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ അനിരുദ്ധ് വരുന്നത്. അപ്പം അനിരുദ്ധ് വന്നപ്പോൾ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. എന്താ അമ്മേ കാര്യം? അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? പ്രതീക്ഷിനെ കുറിച്ചാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം മോനെ വലിയൊരു തെറ്റ് തന്നെ നമുക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞു. പൂജയെ ഇപ്പോൾ രഞ്ജിത കയ്യിലാക്കിയിരിക്കുകയാണെന്നും പൂജയ്ക്ക് എല്ലാം അറിയാമായിരുന്നുവെന്നും പൂജ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണോ? പൂജയെ മുന്നിൽ നിർത്തി പ്രതീഷിനെ എൻ്റെ ശത്രുവാക്കി അവൾ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നും അതിനിയും കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ആപത്തുകൾ നമ്മളെ തേടി വരും എന്നുള്ള കാര്യമൊക്കെ മകനോട് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളതിന് എന്താ അമ്മ ചെയ്യേണ്ടത്? രഞ്ജിത അവർ കളിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ രഞ്ജിതയുടെ കൂടെ കൂടി പൂജ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവളെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവളെ രഞ്ജിത പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി എനിക്ക് രഞ്ജിതയെ നേരിട്ട് കാണണം. അപ്പോൾ അമ്മ രഞ്ജിതയുടെ അടുത്തേക്ക് പോകണോ? അമ്മ രഞ്ജിതക്കരികിലേക്ക് പോയാൽ അത് പ്രശ്നമാവില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മകനോട് അമ്മ പറയുവാണ് ഒരു പ്രശ്നമാവില്ല, എനിക്ക് രഞ്ജിതയെ കണ്ടേ പറ്റൂ, രഞ്ജിതയുടെ നേർക്ക് നേരെ നിന്ന് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്നുള്ളത്. അവളുടെ ഒരു ചതിയും എൻ്റെ മുന്നിൽ നടക്കില്ലെന്നും അവൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്നുള്ളതും അവൾ അറിയണം എന്ന് പറഞ്ഞ് സുമിത്ര ഇങ്ങനെ അനിരുദ്ധിനോട് പറയുക. അങ്ങനെ അനിരുദ്ധമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ സുമിത്ര അങ്ങനെ ഇരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ സുമിത്ര പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. പോകുന്ന സമയത്ത് സുമിത്ര പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചാണ് പോകുന്നത്. നമ്മുടെ രോഹിത്തിൻ്റെ ഡയറി ഉണ്ടല്ലോ, ആ ഡയറിയാണ് നമ്മുടെ സുമിത്രയുടെ വലിയൊരു ആയുധം. അങ്ങനെ രോഹിത്ത് പറഞ്ഞ ആ എഴുതി വെച്ചിരുന്ന അല്ലെങ്കിൽ രോഹിത്ത് മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച എല്ലാ രഹസ്യങ്ങളും കൈമുതലാക്കി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സുമിത്ര രഞ്ജിതയെ കാണാനായിട്ട് പോകുന്നത്. മണ്ടി രഞ്ജിതയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ രോഹിത്ത് കൊടുത്ത നിർണായക തെളിവുകളുമായിട്ട് സുമിത്ര നേരെ രഞ്ജിതയുടെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജിത വന്ന് വാതിൽ തുറന്നു. മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആദ്യം ആരെയും കണ്ടില്ല. ഇതാരായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ ഭയങ്കര പവർഫുള്ളായിട്ട് അവിടെ നിൽക്കുമോ. അപ്പോൾ സുമിത്രയെ ഒന്ന് കണ്ടു. സുമിത്ര ഒരിക്കലും അവിടേക്ക് കയറി ചെല്ലുമെന്ന് രഞ്ജിത പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സുമിത്ര ഇങ്ങനെ അവിടേക്ക് കയറി ചെന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത ഒന്ന് പതറി എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഇനി സുമിത്ര എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ. പക്ഷേ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും സുമിത്രയുടെ കാണുക താൻ പതറിയെന്നോ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, നിരാശയുണ്ട്, ഇതൊന്നും രഞ്ജിത കാണിക്കാനും പോണില്ല. അങ്ങനെയും കൂടി ഉണ്ടൊരു ട്വിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുമിത്ര എല്ലാ തെളിവുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇനി അങ്ങോട്ട് സുമിത്ര പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് രഞ്ജിത പേടിക്കും. പക്ഷേ തോറ്റു കൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ രഞ്ജിത മാക്സിമം ശ്രമിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ 18 എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ഗുഡ് നൈറ്റ്.